ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് വഴികാട്ടിയിലെ ഇംഗ്ലീഷിലെ പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇംഗ്ലീഷിലെ ആക്ടിവിറ്റീസ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഒഴിവായിരുന്നു. അപ്പോഴൊക്കെ ഇരുന്ന് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, എന്തെങ്കിലും തിരുത്തണോ എന്നെല്ലാം നോക്കി നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട ശേഷം ചെയ്യാവുന്നതാണ്. ഇംഗ്ലീഷിലെ ആക്ടിവിറ്റീസ് എല്ലാം വളരെ സിമ്പിളാണ്. ആകെ 3 ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. വാട്ട് ഈസ് യുവർ ഫസ്റ്റ് ആക്ടിവിറ്റി? ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഈ പിക്ചർ നോക്കൂ, എന്തെല്ലാം കാണുന്നുണ്ട്? വി ക്യാൻ സീ മെനി ആനിമൽസ്. വി ക്യാൻ സീ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആനിമൽസ്. ഏതെല്ലാം തരത്തിലുള്ള ജീവികളെയാണ് നിങ്ങൾ കാണുന്നത്? ഡൊമസ്റ്റിക് ആനിമൽസ് ഉണ്ട്, വൈൽഡ് ആനിമൽസ് ഉണ്ട്. വാട്ട് യു മീൻ ബൈ ഡൊമസ്റ്റിക് ആനിമൽസ്? യെസ്, നമ്മൾ വീട്ടിൽ വളർത്തുന്ന ജീവികളെ ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് പറയുന്നു. കാട്ടിൽ വളരുന്നവയെ എന്തു പറയുന്നു? അവയെ നമ്മൾ വൈൽഡ് ആനിമൽസ് എന്നും പറയുന്നു. അപ്പോൾ ഇവയെ നമുക്ക് എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും? 2 ടൈപ്സ്, ഡൊമസ്റ്റിക് ആൻഡ് വൈൽഡ് ആനിമൽസ്. ഇനി ഇതിൽ നോക്കൂ, ഏതൊക്കെയാണ് ഡൊമസ്റ്റിക് ആനിമൽസിൽ വരിക? യെസ്, ക്യാറ്റ്, ഡോഗ്, ഗോട്ട് and cow. These are domestic animals. Then which are the wild animals? Yes, deer, lion, tiger, elephant and giraffe. These are wild animals. അപ്പോൾ നമുക്ക് ഇനി ചോദ്യത്തിലേക്ക് പോകാം. What do you see in this picture? ഈ പിക്ചറിൽ നിങ്ങൾ എന്തെല്ലാമാണ് കാണുന്നത്? അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? We can see different kinds of animals in this picture. Then let's move to second question. How many animals are there in this picture? നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് 9 എന്ന് കിട്ടിയില്ലേ? അപ്പോൾ നിങ്ങൾ അവിടെ 9 ആനിമൽസ് എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഇത് ക്വസ്റ്റ്യൻ അനുസരിച്ച് എങ്ങനെ ആൻസർ ചെയ്യാം? ഹൗ മെനി ആനിമൽസ് ആർ ദർ ഇൻ ദിസ് പിക്ചർ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദർ ആർ 9 ആനിമൽസ് ഇൻ ദിസ് പിക്ചർ. അങ്ങനെ എഴുതാം. വാട്ട് ഈസ് ദ തേർഡ് വൺ? നെയിം ദ ആനിമൽസ് ഇൻ ദിസ് പിക്ചർ. ഈ പിക്ചറിൽ കാണുന്ന ആനിമൽസിൻ്റെ നെയിം എടുത്ത് എഴുതാനാണ്. 2 എണ്ണം തന്നിട്ടുണ്ട്, എലിഫൻറ്റ് ആൻഡ് ഡിയർ. അപ്പോൾ വളരെ ഈസിയാണ്, എല്ലാറ്റിൻ്റെയും പേര് നിങ്ങൾക്ക് എഴുതാൻ അറിയാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും നേരത്തെ എഴുതി കാണും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എല്ലാം എഴുതിയതും സ്പെല്ലിങ് കറക്റ്റ് അല്ലേ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, shall we do second activity? Draw and write. Here are some animals. What are they saying? Read it. ഈ ഓരോ ആനിമൽസ് എന്തോ പറയുന്നുണ്ട്, അത് വായിച്ച് നോക്കാം. I am a cat. I am a pet animal. I like milk and fish. മനസ്സിലായില്ലേ? ക്യാറ്റാണ് പറയുന്നത്. I am a cat. I am a pet animal. പെറ്റ് ആനിമൽസ് നിങ്ങൾക്കറിയാലോ, വീട്ടിൽ നമ്മൾ അരുമയായിട്ട് വളർത്തുന്ന മൃഗങ്ങളെയാണ് പെറ്റ് എന്ന് പറയുക. ഐ ലൈക്ക് മിൽക്ക് ആൻഡ് ഫിഷ്. എനിക്കിഷ്ടം മിൽക്കും ഫിഷുമാണ്. ഇനി ലയൺ എന്താണ് പറയുന്നത് നോക്കൂ. ഐ ആം എ സ്ട്രോങ് ആനിമൽ. ഐ ലിവ് ഇൻ ഫോറസ്റ്റ്. ഞാൻ കാട്ടിലാണ് വസിക്കുക. ഐ ആം ദ കിങ് ഓഫ് ഫോറസ്റ്റ്. ഞാൻ കാട്ടിലെ രാജാവാണ്. ഓക്കെ, നൗ റീഡ് ദ ക്ലൂസ് ആൻഡ് ഡ്രോ ദ ആനിമൽ. ഈ ക്ലൂ വായിച്ചിട്ട് ആ ആനിമലിൻ്റെ പിക്ചർ ഇവിടെ വരയ്ക്കാനാണ്. I am a big animal. I live in forest. I am black. Which animal? നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ബിഗ് ആണ്, live in forest, കാട്ടിലാണ് ഉണ്ടാവുക. I am black. Which is that animal? Yes, elephant. An elephant. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എലിഫൻറ്റിൻ്റെ ഒരു പിക്ചർ വരയ്ക്കാം. പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിവിടെ ആൻ എലിഫൻറ്റ് എന്നാണ് എഴുതിയത്, എ എലിഫൻറ്റ് അല്ല. കാരണം നിങ്ങൾക്കറിയാലോ, വവൽസിൽ തുടങ്ങുന്ന വേർഡ്സ് ആണെങ്കിൽ ഏതൊക്കെയാണ് വവൽസ്? എ ഇ ഐ ഒ യു. എ ഇ ഐ ഒ യു അത് ഓർത്ത് വെച്ചാൽ മതി നിങ്ങൾ. അപ്പോൾ എ ഇ ഐ ഒ യുവിൽ തുടങ്ങുന്ന വേർഡ്സ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആൻ വെച്ച് ആ വേർഡ് തുടങ്ങണം, അത് മറക്കരുത്. ഇവിടെ എലിഫൻറ്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? ഇ ആണ് അല്ലേ? ഈ ഒരു വവലാണ്, അതുകൊണ്ട് നമ്മൾ ആൻ എലിഫൻറ്റ് എന്ന് എഴുതി. ഇവിടെ ആരുടെ പിക്ചറാണുള്ളത്? റാറ്റ്. നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസ് എന്ത് എഴുതാം? ഐ ആം എ റാറ്റ്. പിന്നെ എന്തെല്ലാം എഴുതാം? ഐ ഹാവ് എ ലോങ് ടെയിൽ. വലിയൊരു ടൈല് പിക്ചറിൽ നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ?
ഐ ഹാവ് എ ലോങ് ടെയിൽ. പിന്നെ എന്തെഴുതാം? ഐ ആം അഫ്രൈഡ് ഓഫ് ക്യാറ്റ്. എനിക്ക് ക്യാറ്റിനെ പേടിയാണ്. ഐ ആം അഫ്രൈഡ് ഓഫ് ക്യാറ്റ്. പിന്നെ എലി എവിടെയാണ് താമസിക്കുക? ഐ ലിവ് ഇൻ എ ബറോ. ഐ ലിവ് ഇൻ എ ബറോ അല്ലെങ്കിൽ ഹോൾ എന്നും എഴുതാം. മാളത്തിലല്ലേ വസിക്കുക. അങ്ങനെ 3-4 സിമ്പിൾ സെൻറ്റൻസ് എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആനിമൽസ് നോക്കാം. കൗ ആണ്. കൗ ഒരു ഡൊമസ്റ്റിക് ആനിമലാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം? ഐ ആം എ ഡൊമസ്റ്റിക് ആനിമൽ. നമുക്ക് നെക്സ്റ്റ് സെൻറ്റൻസ് എന്ത് എഴുതാം? ഐ ലിവ് ഇൻ എ ഷെഡ്. ഷെഡിലാണ് ഞാൻ ഉണ്ടാവുക. പിന്നെ എന്ത് എഴുതാം? കൗ നമുക്ക് എന്താണ് തരുന്നത്? മിൽക്ക് തരുന്നില്ലേ? അപ്പോൾ ഐ ഗിവ് യു മിൽക്ക് എന്ന് എഴുതാം. പിന്നെ നിങ്ങൾ EVSൽ പഠിച്ചിട്ടുണ്ട് കൗ ഈസ് എ ഹെർബിവോർ. അപ്പോൾ നിങ്ങൾക്ക് എന്തെഴുതാം? ഐ ആം എ ഹെർബിവോർ എന്നൊക്കെ വേണമെങ്കിൽ എഴുതാവുന്നതാണ്. അപ്പോൾ ഇനി ഏത് അനിമൽസിനെ കുറിച്ച് ചോദിച്ചാലും ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, ദെൻ വാട്ട്സ് അവർ തേർഡ് ആക്ടിവിറ്റി? Here is a story of 4 friends. Who are they? Yes, പിക്ചർ നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആരൊക്കെയാണ് എന്നുള്ളത്? എ ഡിയർ, എ ക്രോ, എ റാറ്റ് ആൻഡ് എ ടോട്ടസ്. Look at the pictures given below. പിക്ചർ നോക്കൂ, താഴെ കൊടുത്ത പിക്ചർ. Did you get the story? നിങ്ങൾക്ക് ഈ പിക്ചർ കണ്ടപ്പോൾ സ്റ്റോറി മനസ്സിലായോ? Write the events under the pictures. അപ്പോൾ ഓരോ സ്റ്റോറിയുടെയും ആ ഇവൻറ്റ്സ് നടന്ന സംഭവം നിങ്ങൾ പിക്ചറിൻ്റെ ചുവട്ടിലായിട്ട് എഴുതണം. യു ക്യാൻ സെലക്ട് സെൻറ്റൻസസ് ഫ്രം ദ ബോക്സ് ഗിവൺ ബിലോ. കണ്ടോ, ഇവിടെ താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അതിൽ സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. അതിൽ നിന്നും കണ്ടെത്തി ഇങ്ങോട്ട് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഈ ബോക്സിൽ കൊടുത്തത് എന്തൊക്കെയാണെന്നൊന്ന് വായിച്ചു നോക്കാം. ദ റാറ്റ് ബ്രോക്ക് ദ നെറ്റ് വിത്ത് ഇറ്റ്സ് ഷാർപ്പ് ടീത്ത്. റാറ്റ് എന്ത് ചെയ്തു? ഷാർപ്പ് ടീത്ത്, നല്ല മൂർച്ചയുള്ള ടീത്ത് ഉപയോഗിച്ച് ആ വല കടിച്ച് പൊട്ടിച്ചു, ബ്രോക്ക് ചെയ്തു. സെക്കൻഡ് വൺ, വൺ ഡേ ദ ക്രോ ആൻഡ് ദ ടോട്ടസ് സോ ദ ഡിയർ ട്രാപ്ഡ് ഇൻ എ നെറ്റ്. ഒരു ദിവസം ക്രോയും കാക്കയും ടോട്ടസും ആമയും എന്ത് കണ്ടു? എ ഡിയർ ട്രാപ്ഡ് ഇൻ എ നെറ്റ്. ഒരു മാൻകുട്ടി ഒരു നെറ്റിൽ കുടുങ്ങിയത് കണ്ടു. അതാണ് മൂന്നാമത്തത്. അടുത്തത് എന്താണ്? ദ ക്രോ ഫ്ലൂ ടു ദ റാറ്റ് ആൻഡ് ടോൾഡ് ദിസ്. അതെന്താണ്? ഒരു കാക്ക പറന്ന് വന്ന് റാറ്റിനോട് ഇക്കാര്യം പറഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾക്ക് എഴുതാലോ, വളരെ ഈസിയാണ്. ദ റാറ്റ് ബ്രോക്ക് ദ നെറ്റ് വിത്ത് ഇറ്റ് ഷാർപ്പ് ടീത്ത്. അത് നമ്മൾ ഈ രണ്ടാമത്തെ പിക്ചറിൻ്റെ അവിടെ എഴുതണം. പിന്നെ അടുത്തത് ഏതാ? വൺ ഡേ ദ ക്രോ ആൻഡ് ദ ടോട്ടോയ് സോ ദ ഡിയർ ട്രാപ്ഡ് ഇൻ എ നെറ്റ്. അതിവിടെ തേർഡ് പിക്ചറിൻ്റെ അവിടെ എഴുതി കൊടുക്കുക. ദെൻ വാട്ട് ഈസ് നെക്സ്റ്റ്? ദ ക്രോ ഫ്ലൂ ടു ദ റാറ്റ് ആൻഡ് ടോൾഡ് ദിസ്. അത് ഈ ഫോർത്ത് വൺ പിക്ചറിൻ്റെ ചുവട്ടിലും എഴുതുക. ഇനി നമുക്ക് ഇവയെ ഒന്ന് ക്രമപ്പെടുത്തി നോക്കിയാലോ. ഏതായിരിക്കും ഫസ്റ്റ് ഇവൻറ്റ്? ഈ ഫസ്റ്റിൽ കൊടുത്തത് തന്നെയാണ് ഫസ്റ്റ് ഇവൻറ്റ്. എ ഡിയർ, എ ക്രോ ആൻഡ് എ റാറ്റ് ആൻഡ് എ ടോട്ടസ് വേർ ഫ്രണ്ട്സ്. അതായിരിക്കും ഫസ്റ്റ്. ദെൻ നെക്സ്റ്റ് ഏതായിരിക്കും? ഈ തേർഡ് പിക്ചർ നോക്കൂ. One day the crow and the tortoise saw the deer trapped in a net. അവരൊരു ദിവസം ഈ ഡിയർ നെറ്റിൽ കുടുങ്ങിയത് കണ്ടു. അതല്ലേ രണ്ടാമത് നടന്നത്. എന്നിട്ട് പിന്നെ എന്തുണ്ടായത്? അപ്പോൾ കാക്ക പറന്ന് ചെന്ന് എലിയെ വിവരം അറിയിച്ചു കാണും. അതാണ് തേർഡ് വൺ, മൂന്നാമത് നടന്ന സംഭവം. പിന്നെ ലാസ്റ്റ് എന്തായിരിക്കും ഉണ്ടാവുക? യെസ്, ദ റാറ്റ് ബ്രോക്ക് ദ നെറ്റ് വിത്ത് ഇറ്റ്സ് ഷാർപ്പ് ടീത്ത്. ഈ പിക്ചർ നോക്കൂ, എലി കടിച്ചു മുറിക്കുന്ന കണ്ടില്ലേ? അതാണ് ലാസ്റ്റ് നടന്നത്, ഫോർത്ത് വൺ.